പ്രൊഫ് സ്കെയിലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ SST സിലബസിലുള്ള കുറച്ച് ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇനി ഒരു എക്സാമിന് ഹാർഡ്ലി 2 വീക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോ പ്രിപ്പറേഷൻ ഓരോ ലെവൽസിലായിരിക്കും. എന്ത് ചെയ്യുക, മാക്സിമം ഇനിയുള്ള ഈ 2 വീക്സ് റിവിഷന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ടും ചിലവഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പുതിയൊരു സാധനം പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി സമയമില്ല, 2 ആഴ്ച കൂടിയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചത് എത്രത്തോളം നമ്മൾ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കുന്നോ അതെന്ത് ചെയ്യും, നമുക്കൊരു നല്ല റാങ്കിലേക്ക് നമ്മളെ ലാൻഡ് ചെയ്യിക്കാൻ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലീനിയർ ഓൾജിബ്രയിൽ നിന്നാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ ലെറ്റ് എ ബി എ n by n മെട്രിക്സ്. അതായത് n by n മെട്രിക്സ് ഇൻ ദ സെൻസ് എന്താണ്, സ്ക്വയർ മെട്രിക്സ്. അപ്പം റോസും കോളംസും എന്താണ്, ഈക്വലായ മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോർവേഡ് പോവാം. മെട്രിക്സ് ഓവർ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിലാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലെറ്റ് ബി ബി ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബൈ സ്വാപ്പിംഗ് 2 റോസ്. അതായത് എയിലെ 2 എ എന്നുള്ള മെട്രിക്സ്, അതായത് നമ്മുടെ ഇനീഷ്യൽ മെട്രിക്സ് ആയ എ എന്നുള്ള മെട്രിക്സിൻ്റെ റോസ്, അതായത് റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോളം ഇങ്ങനെ അറിയായിരിക്കുമല്ലോ. അപ്പം റോസിന് എന്ത് ചെയ്തു, 2 റോസിന് എന്ത് ചെയ്തു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ബി എന്നുള്ള മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് ബി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്ഷൻ 1 നോക്കാം. അപ്പോൾ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ല, ഇത് ബി ആണ്, സോറി. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ദ നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ അതെന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് ട്രൂ? കാരണം നമുക്കറിയാം നമ്മുടെ മെട്രിക്സിൻ്റെ റോസ് ആൻഡ് കോളംസ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ്, എയും ബിയെയും സംബന്ധിച്ചിടത്തോളം ട്രൂ ആണ്. അപ്പം ഇഫ് എ ഈസ് എ ഇൻവേർട്ടിബിൾ ദെൻ ബി ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ എന്നാണ് പറയുന്നത്. ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് കേൾക്കുമ്പം ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്നുള്ളത്. ഈ ഇൻവേർട്ടിബിൾ മെട്രിക്സിനെ നമുക്ക് നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാം. അതായത് ആദ്യം എന്താണ് സിംഗുലാർ മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനൻ്റ് ഓഫ് ദ മെട്രിക്സ്, അതായത് മെട്രിക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കതിനെന്ത് പറയാം, സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാം. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോൺ സിംഗുലാർ മെട്രിക്സ് ഓർ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇൻവേർട്ടിബിൾ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ എന്താണ്, ഡിറ്റർമിനൻ്റ് ഓഫ് നോട്ട് മെട്രിക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ദെൻ വി കോൾ എന്താണ്, ഇൻവേർട്ടിബിൾ മെട്രിക്സ്. അപ്പോൾ എന്താണ്, ട്രൂ ആണ്. കാരണം എനെ സംബന്ധിച്ചിടത്തോളം എ എന്നുള്ളൊരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിൻ്റെ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും എന്താണ്, നമ്മൾ റോ ആൻഡ് കോളം ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി ഇതെന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എ ഈസ് സിമെട്രിക് ദെൻ ബി ഈസ് ഓൾസോ സിമെട്രിക്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം സിമെട്രിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഫോൾസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഫോൾസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഈ ഒരു പ്രോപ്പർട്ടീസ് ഓർമ്മിച്ച് വെക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു സിമെട്രിക് മെട്രിക്സ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒരു സ്ക്വയർ മെട്രിക്സിൽ, അതായത് 3x3 ഒരു സിമെട്രിക് മെട്രിക്സ് നമുക്ക് എടുക്കാം. അപ്പം എന്ത് ചെയ്യാം, ഒരു സിമെട്രിക് മെട്രിക്സ് എടുക്കാം. അപ്പോൾ ഇതെന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ശരിയാണോ നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് എടുക്കാം. അതെന്ത് ചെയ്യണം, ഒരു സിമെട്രിക് മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3x3 എന്ത് ചെയ്യാം, ഒരു സിമെട്രിക് മെട്രിക്സ് എടുക്കാം. ഇത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, A = A ട്രാൻസ്പോസ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, എ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. A ≠ A ട്രാൻസ്പോസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നോൺ സിമെട്രിക് മെട്രിക്സ്. A - A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് നോർമലായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അപ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോൾ ഇതിലിപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സിമെട്രിക് മെട്രിക്സ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് എന്താണ് 1 2 3 2 4 5 3 5 7 എന്താണ്, സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ എ എന്നുള്ളത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്താ ബി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, രണ്ട് റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് അത് ചെയ്യാം, അതിൻ്റെ ബി കിട്ടും നോക്കാം. അപ്പോൾ ബീനെ സംബന്ധിച്ചിടത്തോളം 1 2 3 അതേപോലെ തന്നെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം 3 5 7 അതേപോലെ തന്നെ 2 4 5, അതായത് സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിൽ എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇതെന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് നോക്കാം. അപ്പോൾ 1 3 2 2 5 4 2 5 4 3 7 5. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് എന്തറിയാം, ബി എന്താണ്, നോട്ട് ഈക്വൽ ടു ഇറ്റ്സ് ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. അടുത്ത് നോക്കാം, ഇഫ് ദ ട്രേസ് ഓഫ് എ ഈസ് 0 then the trace of b is also 0 എന്നാണ് പറയുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എ എന്നുള്ളൊരു മെട്രിക്സ് എടുക്കുന്നു. അപ്പോൾ നമ്മളോട് ആദ്യം പറയുന്നത് വെച്ചാൽ എയുടെ ട്രേസ് എന്താണ്, 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രേസ് 0 ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ട്രേസ് എന്ന് വെച്ചാൽ സം ഓഫ് ഡയഗണൽ എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേസ് 0 ആവുന്ന തരത്തിൽ ഒരു എനെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം, ഒരു മെട്രിക്സ് എ ഫോം ചെയ്യാം. 2 3 5 അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ 1 0 7 കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3 ഒരു 6 8 -2. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണെന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 + -2 എന്താണ്, നമുക്ക് 0 തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു നമ്മളെ ഈ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്, ഇഫ് ദ ട്രേസ് ഓഫ് എ ഈസ് 0 എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ ഈ റോസ് തമ്മിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന മെട്രിക്സ് എന്താണ്, ബി ആണ്. ആ മെട്രിക്സിൻ്റെ എന്തുണ്ടാവണം, ട്രേസും 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ 2 3 5 ഇത് തന്നെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. സെക്കൻഡും ഇതും എൻ്റർ ചെയ്യാം, ഏത് വേണം ഇൻ്റർചേഞ്ച് ചെയ്യാം. നമുക്കിത് ആദ്യം നോക്കാം. 6 8 -2 1 0 7. ഇപ്പം നോക്കുകയാണെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സം എന്താണ്, ഒരിക്കലും 0 അല്ല. അപ്പോൾ എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ ഇതിലാകെ ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്, ഈ ഫസ്റ്റും സെക്കൻഡും ആണെന്ന് പറയുന്നത് ട്രൂ വരുന്നത്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം ഹാളിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോപ്പർട്ടീസും ഒന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ലീനിയർ ഓൾജിബ്രയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ലീനിയർ ഓൾജിബ്രയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത് തന്നെ എന്താണ്, ഈ ഈഗൺ വാല്യൂസിൻ്റെ ആയാലും അതേപോലെ നമ്മുടെ റാങ്കിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ഡിറ്റർമിനൻ്റിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം ഓർമ്മിച്ച് വെക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് അതിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു പോയിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ച്, അതായത് ക്വസ്റ്റ്യനെ ഈ ഒരു തരത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്തായിരിക്കും, നിങ്ങളെ ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഓർമ്മയില്ലാത്ത പ്രോപ്പർട്ടീസ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് വിടുന്ന ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ഇതേപോലെ വർക്കൗട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അടുത്തെന്ന് പറയുന്നത്
ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ഏഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് ഈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏഗൺ വാല്യൂസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം. എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് ദ എന്താണ്? മെട്രിക്സ് ആണ്. ഇനി അടുത്ത് ഇതേപോലെ എന്തുണ്ടാവും? സം ഉണ്ടാവും. എന്താ? സം ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമുക്ക് അറിയാം ട്രേസ് ഓഫ് ദ എന്താണ്? എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണാൻ നിങ്ങൾ ഓരോ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഒരു 1 വെച്ചിട്ട് ഇത് മറച്ച് വെച്ചിട്ട് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചില ആൾക്കാർ എന്തുണ്ടാവും? വേറെ തരം മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഏതാണ് നിങ്ങൾക്ക് മോർ കംഫർട്ടബിൾ ആ ഒരു മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക? എക്സാമുകളിൽ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. 2024 ഗേറ്റ് CSEയിൽ ചോദിച്ചതാണ്. നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിക്കഴിഞ്ഞാലും അതെന്താണ്? ഗേറ്റ് CSEയിൽ 2024 ചോദിച്ച ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഒരു C പ്രോഗ്രാം. അതായത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോഗ്രാമിംഗ് C എന്ന് പറയുന്നൊരു സിലബസിലൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് ഇതേപോലെ നമുക്കൊരു കോഡ് തന്നിട്ട് ആ കോഡിൽ നിന്ന് എന്താണ് എന്തുണ്ടാവുക, ഔട്ട്പുട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിലിപ്പം കൊടുത്തിട്ടുള്ളത് ഇത് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കെന്ത് മനസ്സിലാവും? ഇത് നമ്മുടെ എന്താണ് ഓപ്പറേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ടൈംസ് ദ വേരിയബിൾ സം വിൽ ബി പ്രിൻറ്റഡ് ഓൺ ദ എബോവ് പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എത്ര തവണ സം എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ മെയിൻ ഫംഗ്ഷൻ തന്നെ ഫസ്റ്റ് എവിടെ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ഫ്രം ദ മെയിൻ ഫംഗ്ഷൻ. ഇതെന്താണ്? ഒരു സ്റ്റാക്ക്. ജസ്റ്റ് സ്റ്റാക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് എന്നുള്ള രീതിയിൽ, കാരണം എനിക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ അഥവാ വിട്ടു പോകണ്ട എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിങ്ങനെ ഇതാക്കി ചെയ്യുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു സം. അതായത് എന്താണ്? സമ്മിനെ ഡിഫൈൻ ചെയ്യുന്നു. സമ്മിന് എന്താണ്? ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ സം എന്നുള്ള വേരിയബിൾ എന്താണ്? 0.0 എന്നുള്ള ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. സെക്കൻഡ് വരുന്നത് എന്താണ്? ഈ ജെ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ആ ജെ എന്നുള്ള വേരിയബിളിൻ്റെ എന്താണ്? 1.0 ആണ് വാല്യൂ ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? ഐ എന്നുള്ളൊരു വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ 2.0 എന്ന് പറയുന്നൊരു ഇതിനെയും സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തതിൽ വരുന്നത് എന്താണ്? വൈൽ ഐ ബൈ ജെ. അതായത് ഐ ബൈ ജെ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.0625 ആണ് എന്ത് പറയുന്നത്? ഈ വൈലിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വൈൽ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ വൈൽ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? അതായത് വൈലിൻ്റെ ഉള്ളിലെ കണ്ടീഷൻസ് ട്രൂ ആവുന്ന സിറ്റുവേഷൻ വരെ എന്ത് ചെയ്യും? അത് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് എന്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. എന്താണ്? ഈ വൈൽ ലൂപ്പാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സമ്മിനെ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട എന്താണ്? വൈൽ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യനെ ഡീകോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വൈൽ ലൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വൈൽ ലൂപ്പ് സെമികോളൻ വൈൽ ലൂപ്പ്സ് ഉണ്ട്. അതായത് സെമികോളൻ വൈൽ ലൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സെമികോളൻ വൈൽ ലൂപ്പ്സ് ആണെങ്കിൽ ഇത് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ എന്താവണം? ഇതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ ഫോൾസ് ആവണം. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ സെമികോളൻ വരുന്ന ഇതാവണമെങ്കിൽ എന്താവണം? വൈൽ ലൂപ്പ് ഫോൾസ് ആവണം. അത് വൈൽ ലൂപ്പിൽ ഉള്ള കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ അതെന്ത് ചെയ്യും? വൈൽ ലൂപ്പ് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് എപ്പോഴാണ് വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അടുത്ത കണ്ടീഷൻസ് ഇതാവുന്നത്? അതിലെ
കണ്ടീഷൻസ് ഫോൾസ് ആകും. അതാണ് സെമി കോളൻ വൈൽ ലൂപ്പ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സെമി കോളൻ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ I/J 0.625 എന്നാണ് പറയുന്നത്. അപ്പോൾ I/J എന്നുള്ളത് എന്താണ്? I എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2 ആണ്. 2 എന്താണ് വരിക? 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.0625 ആണോ? അതെ. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടൈം എന്ത് ചെയ്യും? സമ്മ് പ്രിൻ്റ് ചെയ്യും. ഫസ്റ്റ് സമ്മ് ചെയ്തണ്ട, ഫസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തു? അതിനുശേഷം ജെയുടെ വാല്യൂ എന്ത് ചെയ്തു? J+J ആക്കി. J+J എന്ന് പറയുമ്പോൾ ജെയുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? വീണ്ടും ആഡ് ചെയ്തു. അപ്പം ജെയുടെ വാല്യൂ ഇപ്പം എന്തായി? 2.0 ആയി. അപ്പോൾ ഇതെന്തായി? അപ്ഡേറ്റഡ് ആയി, 2.0 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് എന്ന് പറയുന്നതിൻ്റെ നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്തത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഒരു സമ്മ് അങ്ങ് പ്രിൻ്റ് ചെയ്യും. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കണ്ട. അടുത്തത് വീണ്ടും എന്ത് ചെയ്യുന്നു? വൈൽ ലൂപ്പിലേക്ക് പോവുക. നമുക്ക് എത്ര സമയം ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതെന്ത് ചെയ്തു? ഫസ്റ്റ് ടൈം ഒന്ന് പ്രിൻ്റ് ചെയ്തു സമ്മ്. ഇനി നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്നു? വീണ്ടും I/J ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ I/J ഇവാലുവേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈം ഇവാലുവേറ്റ് ചെയ്യുമ്പം എന്താണ്? ജെയുടെ വാല്യൂ എന്തായിട്ടുണ്ട്? 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഐയുടെ വാല്യൂ എന്താണ്? 2 തന്നെയാണ്. അതെന്തായി? 2/2 എന്താണ്? 1 ആണ്. 0.0625 ഗ്രേറ്റർ ആണ്. സെക്കൻഡ് ടൈമും എന്ത് ചെയ്യും? ഇത് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ജെയുടെ വാല്യൂ 3 ആവും. ജെയുടെ വാല്യൂ എന്താവും? 4 ആവും. കാരണം എന്താണ്? J = J+J എന്നാണ് പറയുന്നത്. അപ്പോൾ J+J എന്ന് പറയുന്നത് കറൻ്റ്ലി ജെയുടെ വാല്യൂ 2.0 ആണ്. അപ്പോൾ J+J എന്ന് പറയുമ്പോൾ എന്താവും? ഈ വാല്യൂ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 4.0 ആകും. അപ്പോൾ 4.0 ആവും. അപ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 2/4 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? I/J. അതായത് സെക്കൻഡ് ടൈം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം വൈൽ ലൂപ്പ് ട്രൂ ആവുന്നത് വരെ എന്ത് ചെയ്യും? സമ്മ് പ്രിൻ്റ് ചെയ്യിക്കും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഇത് ഫോൾസ് ആവുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത്രയും ടൈംസ് എത്ര ടൈംസ് ഇത് എക്സിക്യൂട്ട് ആവുമെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ഇത് എത്ര പ്രാവശ്യം സമ്മിനെ പ്രിൻ്റ് ചെയ്തെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ 2/4 എന്ന് പറയുന്നത് എന്താണ്? 2/4 പറയുന്നത് 1/2 ആണ്. 0.5 അതെന്താണ്? 0.062 625 എന്താണ്? ഗ്രേറ്റർ ആണ്. അതെന്ത് ചെയ്തു? തേർഡ് ടൈമും അത് തന്നെ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? ജെനെ J+J ആക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഇതിന് എന്ത് ചെയ്തു? 8.0 ആയി. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ എന്താ വരുന്നത്? 8.0. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും വൈൽ ലൂപ്പിൻ്റെ ഉള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എന്താണ്? 2/8 ആണ്. 2/8 എന്ന് പറയുന്നത് എന്താണ്? 1/4 ആണ്. 0.25 ഗ്രേറ്റർ ദാൻ എന്താണ്? 0.0625 ആണ്. അപ്പോൾ എന്താണ്? ഇത് ഫോർത്ത് ടൈം എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. എന്ത്? സമ്മിനെ പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താവും? ഈ 8 എന്താവും? ഈ 8 വീണ്ടും എന്തുണ്ടാവും? നെക്സ്റ്റ് ടൈം J+J ആവും. എന്താവും? 16 ആവും. അപ്പോൾ 16.0 ആവും. എന്ത് ചെയ്യും? വീണ്ടും ജെയുടെ വാല്യൂ അപ്ഡേറ്റഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? 2/16 ആവും അടുത്തത്. അതും എന്താണ്? 0.0625 ഗ്രേറ്റർ ആണ്. അതെന്താണ്? ഫിഫ്ത്ത് ടൈമും എന്ത് ചെയ്യും? ഇത് സമ്മിനെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ പ്രിൻ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി ചെയ്യേണ്ട വാല്യൂ എന്താണ്? 16.0 ആണ്. ഫ്ലോട്ട് വാല്യൂ ആണ്. അപ്പോൾ 16.0 എന്ന് പറയുന്നത് വീണ്ടും എന്ത് ചെയ്യും? J+J ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് 32 ആവും. അപ്പോൾ 2/32 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0.0625 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് നമ്മുടെ വൈൽ എന്ത് ചെയ്യും? ഫോൾസ് ആവും. അപ്പം വൈൽ എവിടെയാണോ ഫോൾസ് ആവുന്നത് അത്രയും സമയം മാത്രമേ എന്ത് ചെയ്യൂ? ഇത് പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ടാണ് ഫോൾസ് ആവുന്നത്. ആ ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും? 5 പ്രാവശ്യം സമ്മ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്? 5 ആണെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. കോഡ് കാണുമ്പോൾ കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ആ കോഡ് ഒന്ന് ജസ്റ്റ് ഇതേപോലെ സമയം എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതും ഒരു C പ്രോഗ്രാമിൻ്റെ തന്നെയാണ്. ഇത് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ സ്റ്റാർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, പോയിന്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ പോയിന്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാം, പോയിന്റേഴ്സ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡാറ്റാ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അതേപോലെ തന്നെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടായാലും. അപ്പോൾ എന്തായാലും പോയിന്റർ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ പോയിന്റർ എന്നുള്ളൊരു ഭാഗം എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം എന്താണ്, ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, മെയിൻ എന്നാണ്. അടുത്ത എന്താണ്, ഒരു ഇനീഷ്യലൈസേഷൻ ആണ്. ഡബിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ എന്നുള്ള വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഡബിൾ എന്നുള്ള വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബൈറ്റ് സൈസ് എത്രയാണ്, 8 ബൈറ്റ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ഒരു ഡബിൾ സ്റ്റോർ ചെയ്യാൻ 8 ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോക്കാം. എ ബോക്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്. ഈ എ ബോക്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു അറേ ഇനീഷ്യലൈസേഷൻ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അറേ വിത്ത് സൈസ് 2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അറേ വിത്ത് സൈസ് 2 അറിയാം. ഒബ്വിയസ്ലി പോയിന്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അഡ്രസ്സ് കൂടെ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഫസ്റ്റ് പ്ലേസിൽ എന്താണ് വരുന്നത്, 2.0 എന്നുള്ളതാണ്. രണ്ടാമത്തേത് 25.0 ആണ് വരിക. അപ്പം ലെറ്റ്സ് ഇതിന് ഞാൻ എന്ത് കൊടുക്കുന്നു, 1000 കൊടുക്കുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000. അപ്പോൾ നെക്സ്റ്റ് അഡ്രസ്സ് എന്തായിരിക്കും, ഒബ്വിയസ്ലി അതിനാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഡബിളിൻ്റെ സൈസ്. ഡബിളിന് ഒരു ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണം, ഒരു ഡബിളിനെ സ്റ്റോർ ചെയ്യാൻ 8 ബൈറ്റ്സ് വേണം. അപ്പോൾ അടുത്ത ഡബിൾ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, +8. അപ്പോൾ 1008ലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇത് ഏത് വാല്യൂ വേണം എടുക്കാം, 2000 എടുക്കാം, അല്ലെങ്കിൽ 100 എടുക്കാം, ഏത് വേണം എടുക്കാം, നിങ്ങളുടെ സൗകര്യത്തിന് എടുക്കാം. പക്ഷെ എന്തായിരിക്കണം, ഇത് തമ്മിലുള്ള ഈ ഒരു 8 ബൈറ്റ്സിൻ്റെ വ്യത്യാസം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇത് ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ സ്റ്റാർ പിയും സ്റ്റാർ ക്യൂവിൻ്റെ ഇനീഷ്യലൈസ് ആണ്. അപ്പോൾ സ്റ്റാർ പി എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ പി എന്തിനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു അഡ്രസ്സിനെയാണ്, അഡ്രസ് ഓഫ് വേരിയബിളിനെയാണ്, അഡ്രസ് ഓഫ് എ വേരിയബിളാണ് ആരാ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, സ്റ്റാർ എന്ന് പറയുന്ന ഒരു പോയിന്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിന് ഒരു എന്ത് കൊടുക്കാം, ലെറ്റ്സ് ഒരു 4000 കൊടുക്കാം. ഇതിന് 4000 എന്ന അഡ്രസ്സിലാണ് പി സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യും, ക്യൂ എന്നുള്ളൊരു സ്റ്റാറും അതേപോലെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ലെറ്റ്സ് എന്ത് കൊടുക്കാം, 5000 കൊടുക്കാം. അപ്പോൾ കറൻ്റ് ഇതിൻ്റെ വാല്യൂസ് എന്താണ്, ഗാർബേജ് വാല്യൂസ് ആണ്, ഇതിലൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ പി ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, എയുടെ അഡ്രസ്സ് എന്താണ്, പിയിലേക്ക് സ്റ്റോർ ആവുന്നത്. അപ്പോൾ എയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, 1000 ആണ്. നെക്സ്റ്റിൽ എന്താണ്, ക്യൂ ഈസ് ഈക്വൽ ടു p+1. അതായത് നമുക്കറിയാം അറേയിൽ a+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+1 എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇതാക്കുന്നത്, വാല്യൂ ആണോ, അല്ല, വാല്യൂ അല്ല നമ്മൾ കൊടുക്കുന്നത്, എന്താണ്, ഈ ബേസ് അഡ്രസ്, സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് കൊടുക്കുന്നത് 1000 + 1. ഇതിൻ്റെ ആൻസർ എന്താ, 1001 എന്നല്ല. കാരണം എന്താ, 1000 കഴിഞ്ഞിട്ട് +1 എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് വാല്യൂ, അതായത് നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആക്സസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതിൻ്റെ ആൻസർ 1008 ആയിരിക്കും. അതേപോലെ നമ്മളിനി അതിനൊരു പോയിൻ്റർ ഇട്ട് കൊടുത്തു, a+1 എന്നാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ഒരു 108 എന്നുള്ളൊരു അഡ്രസ്സിലെ എന്ത് വാല്യൂയിലേക്ക് പോയിൻ്റ് ചെയ്യും, അതെന്താണ് 25.0 ആണ്. ഇതൊക്കെ എന്താണ്, ബേസിക്സ് ആണ്, ഒരു എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് ഒന്നുകൂടെ ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എന്ത് ചെയ്തു, അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്തു. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു p+1 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, 1008നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ 1008നെ സ്റ്റോർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ പറയുന്നത് എന്താണ്, ഇൻഡ് ക്യൂ - പിയും ഇൻഡ് സ്റ്റാർ ക്യൂ - സ്റ്റാർ പിയും ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ നോക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിയിലും ക്യൂവിലും സ്റ്റോർ ചെയ്തത് എന്താണ്, അഡ്രസ്സുകളാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡ്രസ്സുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അഡ്രസ്സുകളാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്യൂ - പി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്യൂ - പി എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ ഡബിൾ എന്നുള്ളൊരു ഇതാണ് യൂസ് ചെയ്തത്. അപ്പോൾ 8 ബൈറ്റ്സ് ആണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Q മൈനസ് പി എന്നുള്ളത് എന്താണ് 1008, അതായത് ക്യൂവിലുള്ള സ്റ്റോർ ചെയ്ത അഡ്രസ്സ് മൈനസ് എന്തിൽ പി എന്ന് എഴുതിയ അഡ്രസ്സ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണോ ഫ്ലോട്ട് ആണോ ഡബിൾ ആണോ ഇൻ്റ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് എത്ര ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ Q മൈനസ് പി കിട്ടും. അപ്പോൾ Q മൈനസ് പി എന്ത് കിട്ടി, നമുക്കിവിടെ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഓപ്ഷനും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 ഉം 5 ആണ് റിമൈനിങ്. നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇൻഡ് സ്റ്റാർ പി മൈനസ് സ്റ്റാർ ക്യൂ മൈനസ് സ്റ്റാർ പി ആണ് വരുന്നത്. അപ്പോൾ സ്റ്റാർ പി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ പോയിന്റ് ടു ദ അഡ്രസ് സ്റ്റോർ, ഇറ്റ് വിൽ പോയിന്റ് ടു ദ വാല്യൂ അറ്റ് ദ അഡ്രസ്, അതായത് ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂയിലേക്കാണ് എന്ത് ചെയ്യുക, അത് പോയിന്റ് ചെയ്യുക. അതാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, 108 വാല്യൂയിലാണ് പോയിന്റ് ചെയ്യുക. അപ്പോൾ 108 വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 25.0 ആണ്. അതേപോലെ തന്നെ സ്റ്റാർ പി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇത് ഈ ഒരു അഡ്രസ്സിലുള്ള വാല്യൂവിനെ പോയിന്റ് ചെയ്യും, അതായത് 20.0 ആയിരിക്കും, എന്താണ് 5.0. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 1 ഉം 5 ഉം കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിയിൽ നിന്നാണ്. അപ്പം ടൈം കോംപ്ലക്സിറ്റി നമുക്ക് ഇനി മുന്നോട്ടുള്ള ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ടൈം കോംപ്ലക്സിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പം ചോദിച്ചിട്ടുള്ളത് വേഴ്സ്റ്റ് കേസ് നമ്പർ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ഓൺ എ റിക്കേഴ്സീവ് ബൈനറി സെർച്ച് ഓൺ എ സോർട്ടഡ് അറേ ഓഫ് സൈസ് n എന്നാണ് ചോദിച്ചത്. അതായത് ഒരു അറേയിൽ നമുക്ക് ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ ഒരു വേഴ്സ്റ്റ് കേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു ഈ ഒരു ബൈനറി സെർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ട്, നമുക്ക് ബെസ്റ്റ് കേസ്, അതേപോലെ തന്നെ വേഴ്സ്റ്റ് കേസ്, അതേപോലെ തന്നെ എന്തുണ്ട് ആവറേജ് കേസും ഉണ്ട്. അപ്പം ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബൈനറി സെർച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ബെസ്റ്റ് കേസ് ആയാലും ആവറേജ് കേസ് ആയാലും അതേപോലെ വേഴ്സ്റ്റ് കേസ് ആയി കഴിഞ്ഞാലും എന്താണ് ഓർഡർ ഓഫ് log 2n ആണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഓരോ സോർട്ടിങ്ങിനും ഓരോ ഡിഫറെൻറ്റ് ടൈം കോംപ്ലക്സിറ്റീസ് ആണ്. സെർച്ചിങ്ങിൽ വരുമ്പോഴായി കഴിഞ്ഞാൽ ഒന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടേബിളായി വരച്ചിട്ട് അതിലെ കോംപ്ലക്സിറ്റീസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എവിടെ ഒട്ടിച്ച് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിലൂടെ കണ്ണോടിച്ച് പോവുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ഇതേപോലെ പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകാൻ ഹെൽപ്ഫുൾ ആയിരിക്കും.